ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ ബെയിലി പാലം ഉണ്ടായതുകൂടിയാണ് രക്ഷാപ്രവർത്തനം കുറച്ചുകൂടെ വേഗത്തിലായത്. ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റി, സൈന്യത്തിൻ്റെ വാഹനം പോകുന്നു, കാര്യങ്ങൾ വലിയ പുരോഗതി ഉണ്ടായി. അപ്പോൾ കുറേ കാലമായി കേൾക്കുന്നുണ്ട്, പണ്ട് കുറേ കാലം മുമ്പ് റാന്നിക്കടുത്തൊരു ബെയിലി പാലം ഉണ്ടായി. എന്താ ഈ ബെയിലി പാലം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എനിക്ക് തോന്നുന്നത് ടി ജിയോട് ചോദിച്ചാൽ ഒരു എഞ്ചിനീയറോട് ചോദിക്കുമ്പോഴാണല്ലോ കുറച്ചുകൂടെ കൃത്യമായ കാര്യങ്ങൾ. ടെമ്പററി ബ്രിഡ്ജ് അത്രയേ ഉള്ളൂ. ഡൊണാൾഡ് ബ്രെയ്ലി അങ്ങനെ ഒരാളാണ് ഈ ഐഡിയ ഇറക്കിയത് കൊണ്ട് ബെയിലി പാലം എന്ന് പറയുന്നു. ഡൊണാൾഡ് ബെയ്ലി എന്നാണ് എൻ്റെ ഓർമ്മ. അയാൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട്, ബ്രിട്ടീഷ് പട്ടാളത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോട്ടോടൈപ്പ് ഇങ്ങനെ ഉണ്ടാക്കി. അതായത് ഒരു കഷ്ണമായ ഒരു പാലം നമ്മളുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുക. ഈ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പാലമായി. ഇതാണ് നമ്മളുടെ സർക്കസ് ടെൻറ്റിന് ട്രാൻസ്പോർട്ട് ചെയ്യാം. വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിന് നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ആ നമ്പറിൽ അത് വലിച്ചു കിട്ടി കഴിയുമ്പോൾ അത് ടെൻറ്റായി. താപ്പം പ്രീ ഫാബ്രിക്കേറ്റഡ് ബ്രിഡ്ജ്, അതാണ് ബെയിലി പാലം. അല്ല ടി ജി, അങ്ങനെ വളരെ ലളിതമായി പറയുമ്പോൾ എൻ്റെ ഒരു സംശയം, ഇപ്പം നമ്മുടെ പലയിടത്തും പാലങ്ങളില്ല, സഞ്ചാരയോഗ്യമായ റോഡില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയുണ്ട്. ഇപ്പോൾ റോഡ് പോട്ടെ, പാലങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആദിവാസി മേഖലകൾ അല്ലെങ്കിൽ നാട്ടിൻപുറത്ത് തന്നെയുണ്ട്. അവിടേക്ക് എന്നാൽ പിന്നെ ബെയിലി പാലം ഉണ്ടാക്കിക്കൂടെ? സൈന്യത്തിന് മാത്രം എന്തിനാണ് വിളിക്കുന്നത്? ഈ അങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് രണ്ട് വശത്തും സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് അത് ഒരു പെർമനൻറ്റ് പാലമാക്കി മാറ്റാം. ബെയിലി ബ്രിഡ്ജ് ഒരു ടെമ്പററി സംവിധാനമാണ്. അതിന് താഴെ സപ്പോർട്ടൊന്നുമില്ല, ലോങ് ലാസ്റ്റിംഗ് അല്ല, പല രീതിയിലുള്ള ലിമിറ്റേഷൻസ് അതിനുണ്ട്. അതിന് ക്യാരി ചെയ്യാവുന്ന ലോഡിൻ്റെ ഒരു ലിമിറ്റേഷനുണ്ട് ഒക്കെയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഇപ്പോൾ കുമ്പളം പാലം, കുണ്ടന്നൂർ പാലം, ഇതുപോലെയൊക്കെയുള്ള പാലത്തിന് പകരം ബെയിലി പാലമായി കൂടെ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി പറഞ്ഞാൽ ആവാം. പക്ഷെ അതിന് ഭീമാകാരമായ സ്ട്രക്ചറും സംഗതിയൊക്കെ പ്രത്യേകം ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റ് പാലത്തിലേക്ക് മാറുന്നു. ഇത് ബെയിലി പാലം ബേസിക്കലി ഇരുമ്പിൻ്റെ പാലം. അല്ല, കുണ്ടന്നൂരൊന്നും വേണ്ട, റിമോട്ട് ഏരിയയിൽ നാട്ടിൻപുറത്ത് ഒക്കെ ആവാമല്ലോ. നിങ്ങൾ ചെയ്യാമല്ലോ, ചെയ്തിട്ടുമുണ്ടല്ലോ. ബെയിലി എന്നൊന്നും അതിനെ വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. സാധാരണ ഇതിൽ നടുക്ക് താങ്ങൊന്നുമില്ലാതെ ചെറിയൊരു തോടിനെതിരെ രണ്ട് ഇരുമ്പ് ഗർഡറുകൾ വെച്ചിട്ട് അത്യാവശ്യം ഒരു പാലമായിട്ട് എത്രയോ പേര് ഉപയോഗിക്കും. ബെയിലി പാലമാണോ? വേണമെങ്കിൽ ബെയിലി പാലം എന്ന് പറയാം. അല്ല, അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് അതോറിറ്റിയെ പോലെ സൈന്യം അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് കാലാകാലങ്ങളായിട്ട് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചു. പിന്നെ അമേരിക്ക അത് കോപ്പി അടിച്ചു. പേര് കോപ്പി അടിച്ചില്ല, അമേരിക്ക വേറൊരു പേരിലാണ് ഇത് ഉപയോഗിക്കുന്നത്. സാധനം ഒന്ന് തന്നെ. ആദ്യം തടി കൊണ്ടുള്ളതാണ് ഉപയോഗിച്ചത്. ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ്, വെയിറ്റ് കുറവാണല്ലോ തടിക്ക്. ഇത് യുദ്ധസമയത്ത് വേണ്ടത് വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഇത് ക്രോസ് ചെയ്യണം. അപ്പോൾ അത് ക്രോസ് ചെയ്യാനായിട്ട് അവിടെ കോൺക്രീറ്റ് വെച്ച് പാലം ഉണ്ടാക്കാനൊന്നും സമയമില്ല, സെറ്റാവാൻ നേരെയില്ല. അപ്പോൾ ഏറ്റവും ലൈറ്റായിട്ട് പെട്ടെന്ന് ലോറിയിൽ കയറ്റി കൊണ്ടുപോയി അസംബിൾ ചെയ്ത് പാലമാക്കാവുന്നൊരു സംവിധാനം. അതൊന്ന് തടിയാണ്. രണ്ടാമത്തത് ഭാരം കൂടുതലാണെങ്കിലും ഇരുമ്പാണ്. ഇരുമ്പ് കൂടുതൽ ലോഡ് എടുക്കുകയും ചെയ്യും. ഒരു ടാങ്കൊക്കെ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് കടത്തണമെങ്കിൽ ഇത് വെച്ച് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പാലം ടാങ്കിനോടുകൂടെ ചേർന്ന് തന്നെ പാലമൊക്കെ ഉണ്ട്. നമ്മളുടെ ഈ ഇറാഖ് യുദ്ധകാലത്ത് അതിൻ്റെ വിഷ്വൽസൊക്കെ യൂട്യൂബിലുണ്ട്. സദ്ദാം ഹുസൈൻ കിടങ്ങ് കുഴിച്ചിരിക്കുന്നു. അപ്പോൾ അമേരിക്കൻ ടാങ്കുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ടാങ്ക് ഇങ്ങനെ വരികയും ചെയ്യുന്നു. അന്ന് നമുക്ക് തോന്നും ഇത് ഈ കിടങ്ങിൽ വീഴും, വലിയ തോട് പോലത്തെ കിടങ്ങാണ്. ഈ ടാങ്കിന് മുകളിൽ നിന്ന് ഇരുമ്പിൻ്റെ ഒരു പ്ലേറ്റ് ഹൈഡ്രോളിക് ജാക്ക് വെച്ച് പൊങ്ങിയിട്ട് ഇതിനൊരു പാലം ഉണ്ടാക്കുന്നു. ആ പാലത്തിലൂടെ ടാങ്ക് അപ്പുറത്തേക്ക് കടക്കുന്നു. അപ്പുറത്തേക്ക് കടന്നു കഴിയുമ്പോൾ ഈ പ്ലാറ്റ്ഫോം കുറേ കൂടെ മുന്നിലേക്ക് പോയി പ്ലാറ്റ്ഫോം പിന്നെയും മടങ്ങി ടാങ്കിന് മുകളിലേക്ക് ഇരിക്കും. ഈ രീതിയിലുള്ള സംവിധാനം. ഇപ്പോൾ ബെയിലിയിൽ നിന്ന് ഒരുപാട് നമ്മൾ മുന്നേറി. ബട്ട് ഒരു ആവശ്യത്തിന് നമുക്ക് ശബരിമലയിൽ ഒരിക്കലും ഇതുപോലെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പട്ടാളക്കാർ പോയിട്ട് ബെയിലി എന്ന് വെച്ചാൽ ഇത് പ്രീ ഫാബ്രിക്കേറ്റഡായിട്ട് കയ്യിലുള്ളത് പട്ടാളക്കാരുടെ കയ്യിലാണ്. എനിക്കോ സുനിലിനോ വെറുതെ ഒരു ബെയിലി പാലം ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. സർക്കാരിന് തന്നെ, സംസ്ഥാന സർക്കാരിന് തന്നെ മുതലാകുന്നൊരു സംഗതിയല്ല. ഒരു പാലം ഉണ്ടാക്കിയിട്ട് അങ്ങനെ വയ്ക്കുക, ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം.
മിലിറ്ററിയുടെ സ്റ്റോക്കും അത് വേറൊരു സംവിധാനമല്ലേ അത്. അതുകൊണ്ട് നമ്മൾ മിലിറ്ററിയെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് ഇത് ചെയ്തു തരുമല്ലോ. അല്ലിപ്പോൾ സൈന്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവിടെ ഇനി പുതിയ പാലം ഉണ്ടാക്കുന്നത് വരെ ഇത് ഉപയോഗിച്ചോളൂ. ഇരുന്നോട്ടെ, അവരുടെ കയ്യിൽ വേറെ ഉണ്ട് സ്റ്റോക്ക്. ഡൊണേറ്റ് ചെയ്ത പോലെയായി. ആ, കാരണം നമ്മളിനി ഇന്നൊരു പാലം ഉണ്ടാക്കാൻ എത്ര കാലം എടുക്കും? പക്ഷേ ഇത് സേഫാണെന്നും വലിയ ഭാരം വഹിക്കാൻ പറ്റും, മറ്റു പാലങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാമെന്ന് അതിനകത്ത് നമ്മൾ കണ്ടതാണ്. മേപ്പാടി ഭാഗത്ത് 25 ടൺ വരെ വഹിക്കാവുന്ന പാലമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് മറ്റേ ഇത് കയറ്റി പോയല്ലോ, നമ്മൾ JCB കയറി പോയല്ലോ അതിലെ. അല്ല, അതിനകത്ത് ഉണ്ടാക്കിയത് ഒരു ട്രാഫിക് പൊതുഗതാഗതം അതിലൂടെ നടന്നുകൊണ്ടിരുന്നത് അതെ വർഷങ്ങളോളം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിന് ലൈഫും തീരെ മോശമൊന്നുമല്ല. ഇപ്പോൾ പാലാരിവട്ടം പാലം ഉണ്ടാക്കി 3 വർഷം കഴിഞ്ഞപ്പോഴേ പൊളിഞ്ഞു. അത് ചെയ്യാം. ഇറ്റ് ഈസ് എ ടെക്നോളജി വിച്ച് യു ക്യാൻ യൂസ് ഫോർ പെർമനൻറ്റ് പർപ്പസ് ഓൾസോ. യു ഹാവ് ടു സ്ട്രെങ്തൻ ഇറ്റ്. ഇപ്പോൾ ഇരുമ്പ് മാത്രം വെച്ചിട്ട് ഒരു പാലം എവിടെയെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. കോൺക്രീറ്റ് പാലങ്ങളാണ്. ഇരുമ്പ് വെച്ചിട്ട് ഒരു ഫുൾ പാലം നിർമ്മിക്കാറുണ്ട്. അതെന്തായിരിക്കും? അത് ആ ടെക്നോളജി, അതിൻ്റെ കോസ്റ്റ് വെച്ചിട്ട് അത് മുതലാവുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, ഇരുമ്പിന് ഇതും നമ്മുടെ തുരുമ്പ് പിടിച്ചു പോകുന്നതും ഇരുമ്പാണ്. കോൺക്രീറ്റ് എത്രയോ കാലം നിലനിൽക്കും. അത് ശരിയാണ്. കോൺക്രീറ്റ് ഇപ്പോൾ അഡ്വാൻസ് കോൺക്രീറ്റ് ആണ്. അതിൽ കൂടുതൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കെമിക്കൽസ് ചേർക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഈ ഇരുമ്പ് മാത്രം കൊണ്ടുള്ള പാലമുണ്ട്. നമ്മളുടെ, എനിക്ക് തോന്നുന്നു ഈ പാലമുണ്ടല്ലോ, പുനലൂർ തൂക്കുപാലം, പഴയ പാലം, അത് പഴയ പാലം, അത് പൊളിച്ചു കളഞ്ഞു. അപ്പം അത് നിർത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ട്, പൊളിച്ചിട്ടില്ല, ഗതാഗതമില്ല, ഒരു പുരാവസ്ഥയായിട്ട് സൂക്ഷിക്കുകയാണ്. അത് ഇപ്പുറത്ത് വേറെ പാലം ഇരുമ്പ് കൊണ്ടാണ്. നമ്മളുടെ മട്ടാഞ്ചേരിയിലെ പാലം, എറണാകുളത്ത് നിന്ന് ഐലൻഡിലേക്കും ഐലൻഡിൽ നിന്ന് അത് ഇരുമ്പാണ്, തോപ്പുംപെട്ടിലേക്ക് ഇരുമ്പാണ്. അതിൻ്റെ പുറത്ത് ടാറ് ഇട്ടിരിക്കുന്നേ ഉള്ളൂ. സ്ട്രക്ചർ ഇരുമ്പാണ്, ത്രൂ ഔട്ട് ഇരുമ്പാണ്, അതിൻ്റെ കൈവരി ഇരുമ്പാണ്. നമ്മൾ ദിവസവും പോകുന്നതല്ലേ. അതിൽ എറണാകുളം ടു ഐലൻഡ് അവർ ബ്ലോക്ക് ചെയ്തു, ട്രാഫിക് ബ്ലോക്ക് ചെയ്തു. ബട്ട് ഐലൻഡ് ടു ഫോർട്ട് കൊച്ചി പുതിയ പാലം വന്നെങ്കിലും പഴയ പാലത്തിലൂടെ ചെറിയ വണ്ടികൾ, കാറ് വരെയൊക്കെ കടത്തി വിടുന്നുണ്ട്. അതിൻ്റെ മിഡിൽ പോർഷനിൽ പലകയായിരുന്നു. മിഡിൽ പോർഷനിൽ ഈ ചെറിയ കപ്പൽ, ടാങ്കർ പോകാനായിട്ട്, അത് അന്ന് ഈ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് മണ്ണെണ്ണയൊക്കെ കൊണ്ടുപോകുന്നത് കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാങ്കർ, ബാർജ് പോലത്തെ സാധനം. ബാർജ് പോലത്തെ. അത് പക്ഷെ നല്ല ഹൈറ്റും ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ മണ്ണെണ്ണ കപ്പൽ വന്നിറങ്ങി റൂട്ടിലെല്ലാം വെളിച്ചം വീണു. 1, 2, 3 അതാണ് പാട്ട്. 1, 2, 3 വെറുതെ അത് ചേർത്ത്, അതും പാട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പിള്ളേർ ഒന്നുമില്ലാത്തപ്പോൾ ഒരു ഫില്ല് ചെയ്യുന്നതാണ്, ഫില്ലിങ്. അപ്പോൾ ഈ മണ്ണെണ്ണ കപ്പൽ വന്നിറങ്ങുമ്പോഴാണ് പഞ്ചായത്ത് വഴിക്കാണ് ഈ വഴിവിളക്കെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഗ്ലാസ് ഇട്ടിട്ട് അതിനകത്ത് മണ്ണെണ്ണ വിളക്കാണ്. അപ്പോൾ അതിലെല്ലാം മണ്ണെണ്ണ നിറച്ച് അത് രാത്രിയിൽ കൊളുത്തി വയ്ക്കുക. അതാണ് സ്ട്രീറ്റ് ലൈറ്റ്. ചെറിയ പഞ്ചായത്ത് വഴിയിൽ പോലും അവിടെ ഈ മണ്ണെണ്ണ വിളക്കുണ്ടാവും. അത് വൈകുന്നേരം കത്തിക്കാൻ അവിടെ അടുത്തുള്ളൊരു വീട്ടുകാരനെ ഏൽപ്പിക്കും. മണ്ണെണ്ണയും അയാളുടെ കയ്യിൽ കൊടുക്കും. ചേട്ടാ ഇത് കത്തിക്കുക, അത് ചേട്ടൻ്റെ ഡ്യൂട്ടിയാണ്. അതിന് പൈസയൊന്നും കൊടുക്കില്ല, എല്ലാവർക്കും വെളിച്ചം കിട്ടുന്നതല്ലേ. അങ്ങനെ ഗ്രാമപ്രദേശത്ത് പോലും ഈ മണ്ണെണ്ണ വിളക്കിങ്ങനെ ഒരു പോസ്റ്റ് അതിൻ്റെ മുകളിൽ, കൗതുകരമായ അറിവാണ്. ആ ഒരു 15 അടി ഹൈറ്റിൽ. പിന്നെ ഇപ്പോഴത്തെ പോലെ സാമൂഹ്യ വിരുദ്ധരില്ലാത്തതുകൊണ്ട് അത് എറിഞ്ഞു പൊട്ടിക്കുക, അത് കെടുത്തി കളയുക, ഇതൊന്നും ആരും ചെയ്യില്ല. അതൊക്കെ വലിയ മഹാഭാവമായിട്ടാണ്. കാലത്ത് സാമൂഹ്യ വിരുദ്ധരില്ലായിരുന്നോ? സാമൂഹ്യ വിരുദ്ധരുണ്ട്, പക്ഷേ ഇതുപോലത്തെ പ്രവൃത്തി ചെയ്യില്ല. വിളക്ക് കെടുത്തുക ഇതൊന്നും ചെയ്യില്ല. സാമൂഹ്യ വിരുദ്ധർ എല്ലാ കാലത്തും ഉണ്ട്, അക്കാലത്തും ഉണ്ട്. അല്ല, ഇന്ന് അത് അടിച്ചോണ്ട് പോകും. ഇരിക്കട്ടെ, മണ്ണെണ്ണക്കപ്പൽ പോകാനായിട്ടാണ് ഐലൻഡ് ഫോർട്ട് കൊച്ചി, ഐലൻഡ് തോപ്പുംപടി പാലത്തിന് അത് ലിഫ്റ്റ് ചെയ്യാമെന്ന്, ഒരു സ്പാൻ അതിൻ്റെ ലിഫ്റ്റ് ചെയ്യാം മുകളിലേക്ക്. അത് ഉയർത്തുമായിരുന്നു അല്ലേ? അതിപ്പോഴും ഉണ്ട്. അടിക്കും പലക കാണാം. പക്ഷേ അത് ബൈക്കിലൊക്കെ പോകുമ്പോൾ ഇത് ചെയ്തിട്ടില്ല, ഓപ്പറേറ്റ് ചെയ്യാറില്ല ഇപ്പോൾ. കാരണം നമ്മളിപ്പോൾ അതിലും വേഗത്തിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ടാങ്കർ ലോറികൾ വന്നത്. ഇത്ര വേഗത്തിൽ മണ്ണെണ്ണ ആലപ്പുഴയിൽ എത്തിച്ചിട്ട് ആർക്ക് മോക്ഷം കിട്ടാനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ പതുക്കെ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് എന്നുള്ള സാധനം നമ്മൾ അവഗണിച്ചിട്ടിരിക്കുകയാണ്. ലഗേജൊക്കെ വാട്ടർ ട്രാൻസ്പോർട്ട് വഴി പോയാൽ മതി. ഇപ്പോൾ ഈ
ആലുവ ദേശം ഭാഗത്തു നിന്നൊക്കെയാണ് ഇഷ്ടിക ചെങ്കല്ല് ഒക്കെ ചേർത്തല ആലപ്പുഴ ഭാഗത്തേക്ക് വരുന്നത്. അത് ഇത്ര വലിയ വള്ളമാണെന്നറിയാമത്. അതിൽ തന്നെയാണ് അവർ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അവർ കഴിക്കും. ചെറിയ കൂടാരം പോലൊരു സാധനമൊക്കെ ഉണ്ടായത് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ പോവും വെള്ളം. പതുക്കെ പോയാൽ മതിയില്ല. ആർക്ക് ഇത്ര ഇഷ്ടികയും കല്ലും കിട്ടാൻ ഇത്ര ധൃതി എന്താ? പക്ഷെ അത് നിർത്തി എന്നിട്ട് ഒക്കെ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോകുന്നത്. ചിലവും കൂടി സമയം ഇതിൽ കൂടുതൽ എടുക്കാൻ തുടങ്ങി. അതൊക്കെ നമ്മൾ കാണിച്ച മണ്ടത്തരങ്ങളാണ്, ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങളാണ്. നമ്മളുടെ വാട്ടർ വേ നമ്മൾ ഉപയോഗിക്കാത്തത്. അല്ല, ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ ബസ്സിൽ എറണാകുളത്ത് വരും എൻ്റെ വില്ലേജിൽ നിന്ന്. ഉപ്പിയാക്കി ചുമന്നവനെ പോലെ ഇരിക്കും. ഷർട്ടും ഒക്കെ മുടിയൊക്കെ പറന്ന് ഒരു കണക്കിന് പിഴിഞ്ഞ് ബസ്സിൽ വരുമ്പോൾ തിരക്കാണ്. അത്രയ്ക്ക് തിരക്കാ ബസ്സിൽ. വേഗം എത്തുമല്ലോ, അപ്പോൾ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബസ് വരും നാഷണൽ ഹൈവേയിൽ, ഈ നമ്മുടെ ചേർത്തലയിൽ നിന്ന് എറണാകുളത്തേക്ക് നാഷണൽ ഹൈവേ ഒരു ബസ് വരും. ആ ബസ് വന്ന് നിന്ന് കഴിയുമ്പോൾ ഒരു ഉത്സവത്തിൻ്റെ ആളാണ്. ബസ് ദൂരെ നിന്ന് വരുന്ന കാണുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ മുണ്ടൊക്കെ ഒന്നുകൂടെ മുറുക്കി കൊടുത്ത് കുട കക്ഷത്തിൽ ഭാര്യയോട് പറയുന്നത്, ഈ പിള്ളേരെയൊക്കെ എടുത്തു നോക്കിയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെയാണ് ബസ്സിൽ കയറുന്നത്. അപ്പോൾ ഇത് എറണാകുളത്ത് വന്ന് ഇറങ്ങുമ്പോൾ മനുഷ്യനെ ഒന്നും കൊള്ളില്ല. അതേസമയം ബോട്ടിന് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു മുടിയിഴ പോലും പറക്കില്ല. നമ്മൾ എന്തായാലും ബോട്ടിൽ വരുന്നില്ല. ബോട്ടിൽ നല്ല തിരക്കൊക്കെ ഉണ്ട്. ബോട്ടിലും നിന്നൊക്കെ വരേണ്ടി വരും പലപ്പോഴും. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എറണാകുളത്തേക്ക് ബോട്ടിൽ വരുമ്പോൾ നിന്ന് വരേണ്ടി വരും, നേരത്തേക്ക് പോയി നിന്നില്ലെങ്കിൽ. പിന്നെ ബോട്ടിൽ കയറാനൊരു സാമർഥ്യമൊക്കെ വേണം, അപ്പോഴേ ഇരിക്കാൻ സീറ്റ് കിട്ടുകയുള്ളൂ. എന്നാലും ഈ മുഷിച്ചിലൊന്നുമില്ല ബസ്സിൽ. അങ്ങനെ ബസ്സിലെടുത്തെറിയുകയും തള്ളും മുന്തും ഒക്കെ ആയിട്ട് വലിയ പ്രയാസമല്ല. ഈ ബെയിലി പാലം അപ്പോൾ ഈ പറഞ്ഞ പോലെ സൈന്യത്തിൻ്റെ കയ്യിൽ എക്സ്ക്ലൂസീവായിട്ട് അവൈലബിലിറ്റി കൂടുതലാണ്, അതല്ലാതെ പ്രത്യേകിച്ച് വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇല്ല, അത് നമുക്കും ഒരു ബെയിലി പാലം ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അത് കൃത്യം ഡിസ്റ്റൻസിലുള്ള സാധനങ്ങളാണ്. അതിന് നമ്പറൊക്കെ ഇട്ട് അച്ചടക്കം വേണം. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് സൈന്യം സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ പലരും കൂടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എക്ക് പകരം ബി കഷ്ണം എടുക്കാതെ മാച്ചാവില്ല. കുറേ കഷ്ണങ്ങൾ മിച്ചം വരിക, നട്ടുണ്ട്, ബോൾട്ട് ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതില്ലാതെ യു ക്യാൻ ഡൂ ദാറ്റ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ടെക്നോളജി. സിസ്റ്റമാറ്റിക് ആയിട്ട് അത് നമ്പർ ഇട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെയിലി പാലം ഏതായാലും ഈ ദുരന്ത കാലത്ത് സൈന്യമാണ് ഹീറോ ആയത്. സന്നദ്ധ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്, അവരെ നമ്മൾ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ ഒന്ന് ബെയിലി പാലമാണ്. അല്ല, അതിൽ ഒരു വ്യത്യാസം വന്നു. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഷിരൂരിൽ ഒരു അച്ചടക്കമില്ലാത്ത ബഹളവും സംഗതിയൊക്കെ ആയിരുന്നു. നേവി അവിടെ വന്നപ്പോൾ നേവി ആദ്യം പറഞ്ഞു, എല്ലാവരും ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ആരും കാണരുത്, മാധ്യമവും വേണ്ട, ഒന്നും വേണ്ട, എങ്കിൽ ഞങ്ങളിതിനിറങ്ങാം. കാരണം ഈ പലരും കൂടി ആ പാമ്പ് ചാവില്ല എന്നൊക്കെ പറയില്ല. ഇത് മേപ്പാടിയിൽ വന്ന് ഇമ്മീഡിയറ്റ് ആയിരുന്നില്ല. അപ്പോൾ മുണ്ടക്കൈ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകളും കുറേ കോഷ്യസായി. നമ്മൾ വെറുതെ ബഹളം വെച്ച് കച്ചറ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, എല്ലാവരും കൂടെ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ലെറ്റസ് ബി ഡിസിപ്ലിൻഡ്. എല്ലാവരും ആ ഡിസിപ്ലിൻ പാലിച്ചു. പിന്നെ പട്ടാളം നേരത്തെ തന്നെ വന്നിരുന്നു. അതിനെ ചൊല്ലിയാണല്ലോ ഇപ്പോൾ തർക്കം. അമിത്ഷാ പറയുന്നു, ഞാൻ NDRF ഓൾറെഡി 9 സംഘം അവിടെ എത്തിയിരുന്നു, 9 യൂണിറ്റ് എത്തിയിരുന്നു. ഇല്ല ഇവിടെ ആരും വന്നില്ല എന്ന് പിണറായി വിജയൻ. അതിൻ്റെ പൊളിറ്റിക്സ്. ബട്ട് സ്റ്റിൽ കുറച്ചുകൂടെ ഓർഗനൈസ്ഡായിട്ട് ആണ് രക്ഷാപ്രവർത്തനം. ഒരുപാട് പേരെ ജീവനോടെ രക്ഷിച്ചെടുക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഒരുപാട് പേരെ രക്ഷിച്ചെടുക്കാൻ പറ്റും. എല്ലാവരും കൂടെ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേരെ കിട്ടില്ല. മാത്രമല്ല, ഈ ദുരന്തം നടക്കുന്ന സ്ഥലത്ത് ഈ നമ്മൾ സാധാരണ നാട്ടുകാരെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു പരിഭ്രമം ഉണ്ടാവും. ചെയ്ത് ശീലമില്ലാത്തൊരു കാര്യം, പിന്നെ പരിചയമുള്ള ആളാണ് മണ്ണിനടിയിൽ കിടക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വികാരഭരിതമായ പ്രശ്നങ്ങളുണ്ടാകും. പട്ടാളക്കാർക്ക് അതില്ല. അവരാ കൃത്യം ലക്ഷ്യബോധത്തോടെ ചെയ്യും. മരിച്ചൊരാൾ കിടക്കുന്നു, മരിക്കാത്ത ഒരാൾ കിടക്കുന്നു, അവർ മരിക്കാത്ത ആളിനെ ആദ്യം എടുക്കും, മരിച്ച ആളിനെ പിന്നെ എടുക്കുകയുള്ളൂ. നമ്മളാണെങ്കിൽ അയ്യോ എൻ്റെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ മരിച്ച ആളിനെങ്കിൽ മറ്റേ ആൾ അയാൾ മെല്ലെ മരിക്കും. ഇതൊക്കെ വൈകാരികമായിട്ട് സംഭവിക്കുന്നു. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ നല്ലത് എപ്പോഴും ഈ പ്രൊഫഷണൽസിനെ ഏൽപ്പിക്കുക ഇത്തരം ജോലി.
യു കനോട്ട് പെർഫോം മോർ ദാൻ ദാറ്റ്. നമുക്ക് തോന്നുന്നതാണ് നമ്മളൊരു 100 പേരൂടെ അങ്ങോട്ട് ചെന്നാൽ കൂടുതൽ അങ്ങനെ ആവില്ല. പ്രൊഫഷണൽസിനെ ഏൽപ്പിക്കുക, അവർ പറയുന്നത് കേൾക്കുക. അതുകൊണ്ട് വളരെ ഓർഗനൈസ്ഡായിട്ട് ഈ മരണസംഖ്യ ഇത്രയും കുറഞ്ഞത് തന്നെ ഇവരായതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. പ്രൊഫഷണൽസ് ഇടപെട്ടത് കൊണ്ടാണ്. ഇപ്പോഴും മരണസംഖ്യ കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാണാതെ പോയവർ മരിച്ചുപോയി തന്നെ വേണമല്ലോ നമ്മൾ വിചാരിക്കാൻ. ഇത്രയും ദിവസമായില്ല, ഇനിയിപ്പോൾ എവിടെ നിന്നും ബോഡി എന്ത് കിട്ടാനാണ്? ഈ കാണാതെ പോയവരുടെ എണ്ണം പോലും കൃത്യമാണോ ഒന്നും അറിയില്ല. അതും അറിയില്ല. എങ്ങനെ അറിയും? ഇല്ല, അറിയാനേ പറ്റില്ല. അറിയാൻ പറ്റില്ല. അവിടെ ഇതുണ്ടല്ലോ, ഈ റിസോർട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ അത് അനധികൃത റിസോർട്ടുണ്ട്, അധികൃതമായ റിസോർട്ടുണ്ട്, ലൈസൻസ് ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അതവിടെ ഉണ്ടായിരുന്നെന്നും അവിടെ 5 പേര് താമസം ഉണ്ടായിരുന്നെന്നും ഇയാൾ പറയുമോ പുറത്ത്? അപ്പം മിണ്ടണ്ട, എല്ലാം കൂടെ വെള്ളത്തിൽ പോയി മിണ്ടണ്ട. പിന്നെ ഒരു കവലയല്ലേ, അവിടെ ഏത് കവലയിലും ആ നാട്ടുകാരല്ലാത്ത എത്ര പേര് വന്നു പോകും? എത്രയോ പേര് വന്നു പോകും, കാഴ്ചക്കാർ വന്നു പോകും. ടൂറിസ്റ്റുകൾ ഇപ്പോഴും പഞ്ചായത്ത് പറഞ്ഞല്ലോ, ഈ അപകടം നടന്നതിന് ശേഷം വണ്ടിയിൽ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞ് വന്നവരെ പഞ്ചായത്ത് അധികൃതർ പിടിച്ചു നിർത്തി, ഇവിടെ ടൂറിസ്റ്റും ഇല്ല, ഒന്നുമില്ല, തിരിച്ചു പോകും. എന്താ ചേട്ടാ തിരിച്ചു പൊക്കോ, അവിടെ ആകെ കുഴപ്പത്തിലായി ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്. അത് ശരി, അറിഞ്ഞിട്ടില്ല അവർ വെളുപ്പിനെ വിട്ടു പോകുന്ന അവർ നിഷ്കളങ്കരാണ്. അതെ അതെ. ഇതുപോലെ എത്രയോ പേര് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടാകും, നമുക്കറിയില്ല. പഞ്ചായത്ത് ഇന്ന് അവർ പത്രങ്ങളെ അറിയിച്ചിട്ടുണ്ട്, മേപ്പാടി പഞ്ചായത്ത്. ഇങ്ങനെ ഇപ്പോഴും ഈ സംഭവമൊക്കെ നടന്നിട്ടും പിന്നെയും വരുന്ന ആൾക്കാരുണ്ട്. ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയുന്നത്. അതെ അതെ അതെ. അത് കഴിഞ്ഞ പെട്ടിമുടി ഉണ്ടായപ്പോൾ തന്നെ സർക്കാർ പറഞ്ഞു, അതും പറഞ്ഞ് അങ്ങോട്ട് ആരും വരരുത്. അല്ല, അത് മനുഷ്യ സ്വഭാവമാണ്. എന്താ പറ്റിയത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഡിസാസ്റ്റർ ടൂറിസം ഇങ്ങനെ ടെറർ ടൂറിസം ഉണ്ട്, അറിയാമോ? അങ്ങനെയുണ്ടോ? ശ്രീനഗറിൽ 7 പേരെ CRPF പിടിച്ചു. ഇപ്പോഴല്ല, 5-6 വർഷം മുമ്പാണ്. 2 സ്ത്രീകൾ, 5 പുരുഷന്മാർ, 7 പേര് പിടിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ UP-കാരാണ്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ടെററിസ്റ്റുകളെ CRPF-ഉം BSF-ഉം ഒക്കെ ചേർന്ന് പിടിക്കുന്നതും വെടിവെക്കുന്നതും കാണാൻ വേണ്ടിയിട്ടാണ്. 3 ദിവസമായി അവർ ശ്രീനഗറിലുണ്ട്. അവർ പല ബിൽഡിങ്ങിൻ്റെയും പുറകിൽ നിന്ന് ഈ വെടിവെപ്പ് കാണുന്നു. അത് ശരി, 3 ദിവസമായി അവിടെ. ഉള്ളിൽ CRPF അമ്മച്ചി ഞാൻ പാളയ്ക്ക് കത്തി കയറ്റണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ട്രെയിനിൽ കയറ്റി പാക്ക് ചെയ്ത് തിരിച്ചു പൊക്കോളണമെന്ന് പറഞ്ഞു. തീവ്രവാദം കാണാനായിട്ട് ടൂറിസം. അന്ന് പട്ടാള മേധാവി പറഞ്ഞു, ഇന്ത്യൻ ജനതയ്ക്ക് മരണം വലിയൊരു കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ ഈ പുനർജന്മം ഇത് വിശ്വാസമൊക്കെ ഉണ്ടല്ല. അപ്പം മരണം ഒരു കോമയാണ്. ചത്താലിപ്പോൾ എന്താന്ന് നമ്മൾ അടുത്ത രൂപത്തിൽ വരികയല്ലേ. അതെ അതെ, ഏതായാലും ഒരു ദിവസം ചാവും. ഇതൊന്ന് കണ്ടിട്ട് മരിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഫിലോസഫിയുടെ അങ്ങേ തലക്കിലെത്തിയ ഒരു സമൂഹമാണ്. അങ്ങേ തലക്കിലെത്തിയവരുണ്ട്, എത്താത്തവരുണ്ട്, തുടക്കത്തിൽ തന്നെയുള്ളവരുണ്ട്, ഇടയ്ക്കുള്ളവരുണ്ട്. ഇതൊക്കെ ചേർന്നതാണ് ഇന്ത്യൻ സമൂഹം. അപ്പോൾ അന്ന് പട്ടാള മേധാവി പറഞ്ഞു, ഞങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ശരി, ഇനിയിപ്പോൾ ക്രോസ് ഫയറിൽ ഞങ്ങൾ മരിച്ചു പോവാണ്, പോട്ടെ, ഏകദേശം ജീവിതത്തിൽ ചെയ്യാനുള്ളതൊക്കെ കണ്ടിട്ടല്ലേ മരിക്കുന്നത്. അത് കണ്ടിട്ടല്ലേ മരിക്കുന്നത്. ടെറർ ടൂറിസം. അപ്പോൾ ഡിസാസ്റ്റർ ടൂറിസത്തേക്കാൾ കടുപ്പപ്പെട്ടതാണ് ടെറർ ടൂറിസം. പിന്നെ ഇപ്പോൾ നിന്നും തോന്നും, പിന്നെ ആ ഒരു സംഭവത്തിന് ശേഷം വിവരം കിട്ടിയിട്ടില്ല. അല്ല, ഏതായാലും നമുക്ക് ഈ വയനാട്ടിലേക്ക് അവിടെ കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. അത് കാണാനും ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതിയിട്ട് ഇനി ഒരുപാട് പേരൊന്നും അങ്ങോട്ട് പോകണ്ട. അല്ല, കുറച്ച് നാളത്തേക്ക് അങ്ങനെ പോയി ഈ സഹായിക്കാനാണെന്ന് പറഞ്ഞ് പോയിട്ട് കൂടുതൽ ഉപദ്രവമായിട്ടുണ്ട്. അതെ അതെ, മനുഷ്യന് സ്വസ്ഥതയും വേണമല്ല. ഈ ദുരിതാശ്വാസ ക്യാമ്പിലാണെങ്കിലും അനാവശ്യമായിട്ട് ആൾക്കാർ ഭക്ഷണം പത്തിരി കൊടുക്കാനാണ് വേണ്ട. ഇപ്പോൾ സർക്കാർ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, പാകം ചെയ്ത ഭക്ഷണം അവിടെ കൊണ്ടുവരരുത്. കാരണം ഭക്ഷണം അവിടെ പാകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെ അതെ, നിങ്ങൾ എന്തെങ്കിലും എവിടെന്നെങ്കിലും പുഴുങ്ങി അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് എല്ലാവർക്കും കൂടെ വയറിളക്കം എന്ത് ചെയ്യും? അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ പേപ്പർ കപ്പ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട്, ഇന്ന് ഞാൻ ചാനൽ കേട്ടു, 2 ദിവസങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് പേപ്പർ കപ്പുകൾ സംഭാവന. ഈ പേപ്പർ കപ്പിൻ്റെ ഇത് വേസ്റ്റാണല്ലോ, ഒരു തവണ കുടിച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റായി. അപ്പോൾ ആ വേസ്റ്റ് കൂമ്പാരാ അവിടെ. ഈ ബഹളത്തിൻ്റെ നടുക്ക് ആ വേസ്റ്റ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും ജില്ലാ കളക്ടർ പറഞ്ഞു, ഇനി ഈ ഇതുപോലത്തെ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും അയക്കരുത്, സ്റ്റീൽ പാത്രങ്ങൾ അയക്കുക, നിങ്ങൾ സ്റ്റീൽ ഗ്ലാസ് അയക്കുക, അത് മാനേജ് ചെയ്യുക. അതെ അതെ, റീയൂസബിൾ ആണല്ലോ. അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ. പട്ടാളമാണെങ്കിൽ
ഈ പറഞ്ഞ ബെയിലി പാലവും സംഭാവന ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞിട്ട് തിരിച്ചു തന്നാൽ മതി. വേറൊരു ഇവിടെ പാലം ഇരുന്നോട്ടെ. ഉണ്ടാക്കിയിട്ട് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതെ. ഏതായാലും അവിടെ കഠിനാധ്വാനം ചെയ്ത് രക്ഷാപ്രവർത്തനം തുടരുന്ന സൈന്യത്തിനും സന്നദ്ധ പ്രവർത്തകർക്കും നമുക്കൊരു സല്യൂട്ട് കൊടുത്ത് ബിഗ് സല്യൂട്ട്. ബിഗ് സല്യൂട്ട്.